എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു അടുത്ത സുഹൃത്തിൻ്റെ ഒരു SFI-കാരൻ പ്രൈവറ്റ് ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റാതിരിക്കുമ്പോൾ എന്ന സമയത്ത് അവിടെ പോയി ചോദ്യം ചെയ്യും. അപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എന്താണ് ഈ ബസ് കണ്ടക്ടർമാരോ ക്ലീനർമാരോ ഇയാളെ തല്ലും എന്ന് ഉറപ്പാണ്. പക്ഷെ ആ തല്ല അയാൾ കൊള്ളും. കാരണം അത് വൻ തോതിൽ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ അത് വലിയ തോതിൽ വോട്ടായി മാറും. കാരണം ഈ പെൺകുട്ടികളാണ് കാണുന്നത് ഇയാൾ തല്ലുകൊള്ളുന്നത്. തല്ലുകൊണ്ടിട്ടാണെങ്കിലും വോട്ട് നേടുക എന്നുള്ളതാണ് പുള്ളിയുടെ രീതി. അത് വൻതോതിൽ പിന്തുണ ഉണ്ടാക്കും. കുട്ടികൾക്കിടെ വിദ്യാർത്ഥികളുടെ വലിയ പിന്തുണ ഉണ്ടാക്കും. ഞങ്ങൾക്ക് വേണ്ടി തല്ലുകൊണ്ടൊരു നേതാവ്. ഇതൊരു കഞ്ഞിക്കുഴി സൈക്കോളജിയാണ്. അങ്ങനെ കൃത്രിമ സെൻറ്റിമെൻറ്റ് അടി കൊള്ളണം എന്ന വിഷമമുണ്ട്, സെൻറ്റിമെൻറ്റ്സിനെ എടുത്ത് വിജയിക്കുക എന്നുള്ളത്. ഇത് സാധാരണ ഈ കഞ്ഞിക്കുഴീസം KSUക്കാരെയും കോൺഗ്രസ്സുകാർക്കുമാണ് ആരോപിക്കപ്പെടുന്നത്. പക്ഷേ ഇത് എല്ലാ പാർട്ടികളിലും ഈ ഒരു മനോഭാവമുണ്ട്. പക്ഷേ വീണ ജോർജിൻ്റെ സതീശൻ കഞ്ഞിക്കുഴീസം എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് കേവലമായ സെൻറ്റിമെൻറ്റ്സ് നേടി തനിക്ക് അടി കൊണ്ടു, തന്നെ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു, ഞാനിവിടെ ഒരു വ്യക്തിമാണ്, ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എന്നെ ജയിപ്പിക്കണം, അത് മാത്രമല്ല അതിൻ്റെ പ്രശ്നം. അതിൻ്റെ പ്രശ്നം കിടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത 2 യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരെ വധശ്രമ കേസ് എടുക്കുക മാത്രമല്ല ചെയ്തത്. ആ വിമാനത്തിനകത്ത് വെച്ച് തന്നെ അവർ ആക്രമിക്കപ്പെടുകയും വിമാനത്തിന് പുറത്തിറങ്ങിക്കഴിഞ്ഞ്, വിമാനത്തിനകത്ത് അദ്ദേഹത്തെ ആക്രമിച്ചത് വയോവൃദ്ധനായ ഒരു നേതാവാണ്. പുറത്തിറങ്ങിയതിന് ശേഷം പോലീസ് അവരെ നന്നായി പെരുമാറുകയും കാപ്പ ചുമത്തുകയും ചെയ്തു. അപ്പോൾ ഇത് എന്താണ്, പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ള പൗരൻ്റെ മൗലിക അവകാശത്തെ തന്നെ ധ്വംസിക്കുന്ന ഒരു ഭരണകൂട അതിക്രിയയാണ്. അത് ഒരു ഉദാഹരണം. അതിൻ്റെ മറ്റൊരു വേർഷനാണ് നമ്മൾ കണ്ണൂരിൽ കാണുന്നത്. കണ്ണൂരിൽ എന്താ സംഭവിച്ചത്? കരിങ്കൊടി കാണിച്ചു. കരിങ്കൊടി കാണിക്കാൻ പാടില്ല എന്ന് വാശി പിടിക്കുന്ന ഒരാളാരാണ്? കരിങ്കൊടി കാണിച്ചവർക്ക് എന്താണ് UAPA ചുമത്തിയ ഒരു ഭരണാധികാരിയുണ്ട്, കരിങ്കൊടി കാണിച്ചു എന്നതിൻ്റെ പേരിൽ. അതിൻ്റെ ഒരു റെപ്ലിക്കയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. അപ്പോൾ ഇനി മുതൽ കരിങ്കൊടി കാണിക്കാൻ പാടില്ല. കേരളത്തിൽ കരിങ്കൊടി സമരങ്ങൾ നിരോധിക്കപ്പെടുകയാണോ? ഇനി മറ്റൊരു സർക്കാരാണ് വരുന്നതെന്ന് കരുതുക. മെയ് 4-ാം തീയതിക്ക് ശേഷം UDF വരികയാണ്. DYFI-യും SFI ഒന്നും ആരെയും കരിങ്കൊടി കാണിക്കില്ല എന്നൊരു ചോദ്യമുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മൾ അന്നേ ചർച്ച ചെയ്തതാണ്, മന്ത്രി വീണ ജോർജിന് പരിക്കുണ്ടോ ഇല്ലയോ, അവർ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വാദത്തിന് ഞാനില്ല. അവർക്ക് പരിക്കുണ്ടാവും. ആ പരിക്ക് എങ്ങനെ സംഭവിക്കുന്നു വെച്ചാൽ, ഒന്ന്, വീണ ജോർജ് 40കളുടെ അവസാനത്തിലുള്ളൊരു മന്ത്രിയാണ്. അപ്പോൾ ആ പ്രായത്തിലുള്ള ഒരാളെ സംബന്ധിച്ച് സ്ഥിരമായി ഫിറ്റ്നസ് ഇല്ലെങ്കിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഒലച്ചിലിൽ ശരീരം ഇളകുമ്പോഴൊക്കെ കഴുത്തിനോ കശേരികൾക്കൊക്കെ ചെറിയ ക്ഷതം സംഭവിക്കാം, കഴുത്തുളുക്കുകയൊക്കെ ചെയ്യാം. നേരത്തെ അവർക്ക് അത്തരത്തിലുള്ള ആഘാതം, അവർ ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പോകുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ തൻ്റെ ഗൺമാൻ അവർ ആയുധം ഉപയോഗിച്ച് തങ്ങളെ ആക്രമിച്ചു എന്നും പരാതി കൊടുക്കുമ്പോൾ അത് തടയേണ്ട മന്ത്രി എന്തിനാണ് അതങ്ങനെ സമ്മതിച്ചു കൊടുത്തത്? അതിനുശേഷം ദിവസങ്ങളോളം മെഡിക്കൽ കോളേജിൽ നിന്ന് പുലർച്ചെ അവർ കാറിൽ ICUവിൽ കിടന്ന മന്ത്രി കാറിൽ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ദിവസങ്ങളോളം മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ ചോദിക്കുകയോ ചെയ്യുമ്പോഴും CPM-ൻ്റെ നേതാക്കളാവട്ടെ, മന്ത്രി വീണ ജോർജ് തന്നെയാകട്ടെ, ദുരൂഹമായ മൗനം പാലിച്ചുകൊണ്ട് അവരൊരു വിക്ടിമായി കാണിക്കുകയും ഇവരെ ആക്രമിച്ച് കൊല്ലാൻ വന്ന ആൾക്കാരായിട്ട് ഈ KSUവിൻ്റെ പ്രവർത്തകരെ ചിത്രീകരിക്കുകയും ചെയ്തു. ഇതൊന്നും മാത്രമല്ല, അത് ആ പ്രൊട്ടസ്റ്റിൽ പങ്കാളിയായ ഒരാളുടെ വീട് ആക്രമിക്കപ്പെട്ടു വടകരയിൽ. അപ്പോൾ അവർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. അപ്പോൾ ഇതെന്താണ് കാണിക്കുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഒരുതരം ഭരണകൂട ഭീകരത തന്നെയാണ്. പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെ തുറുങ്കിലടക്കുക, പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെ വധശ്രമത്തിന് കേസെടുത്ത് റിമാൻഡ് ചെയ്യുക, ഇതൊക്കെ പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഭരണകൂട ഭീകരത തന്നെയാണ്. ഇത് ഏത് സർക്കാരിൻ്റെ കാലത്തും അനുവദിക്കാൻ പാടില്ലാത്ത ഒന്നാണ്. ഇപ്പോൾ LDF ഭരിക്കുമ്പോൾ മാത്രമല്ല, നാളെ വേറൊരു സർക്കാർ വരുവാണ്, അത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. കാരണം പ്രൊട്ടസ്റ്റ് നടത്തുക എന്നുള്ളത് പൗരൻ്റെ അവകാശമാണ്. ആ അവകാശത്തെ ലാത്തി ഉപയോഗിച്ച് തല്ലുക, പൂച്ചട്ടി ഉപയോഗിച്ച് തലക്കടിച്ചിട്ട് അതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കുന്ന രീതിയിലുള്ള ശൈലിയിലുള്ള ഭരണാധികാരികൾ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടും. അത് തെരഞ്ഞെടുപ്പിലാകാം, അല്ലാതെയാകാം, ചോദ്യം ചെയ്യപ്പെടും. കാരണം മലയാളികളുടെ ഒരു എന്താണ് സൈക്കിയിൽ പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഉൾച്ചേർന്നതാണ്. മലയാളി സമൂഹം ഉണ്ടായത് തന്നെ ദീർഘനാൾ നീണ്ട പ്രൊട്ടസ്റ്റിലൂടെയാണ്. ആധുനിക കേരളം രൂപപ്പെടുത്തിയ സമരങ്ങളാണ്, പ്രതിഷേധങ്ങളാണ്, ഭരണകൂടത്തിനെതിരായ സമരങ്ങളാണ്. അപ്പോൾ അങ്ങനെ രൂപപ്പെടുത്തിയ ഒരു സമൂഹത്തിന് മുമ്പിൽ നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്താൽ ഞങ്ങൾ പൂച്ചട്ടി കൊണ്ട് തലക്കടിക്കും, അതിൻ്റെ രക്ഷാപ്രവർത്തനം എന്ന് വിളിക്കും, കരിങ്കൊടി കാണിച്ചാൽ ഞങ്ങൾ വധശ്രമത്തിന് കേസെടുത്ത് ജയിലിലിടും എന്നൊക്കെ പറഞ്ഞാൽ ജനം അവരെ എന്ത് രീതിയിൽ കാണുമെന്നുള്ളത് ഒരുപക്ഷെ മെയ് 4-ാം തീയതിക്ക് ശേഷം അറിയാൻ പറ്റും.